വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും അൽഹംദുലില്ലാ നന്നായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറച്ചധികം നാളായിട്ടുണ്ട് നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. ഞാനതൊരു ഒക്കേഷൻ അനുസരിച്ചിട്ടാണ് മിക്കവാറും ലോങ് വീഡിയോസ് എടുക്കാറ്. അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാവലിലായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ മൂഡ് പോലെ ഇരിക്കും. ഇന്ന് എനിക്ക് എന്തോ ഒരു ലോങ് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡാണ്. രാവിലത്തെ വീട്ടിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാനും മിക്കാക്കയും കൂടി ഇതാ ഓഫീസിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ചോദിച്ചതിനുള്ള ഉത്തരം കൂടി ഈ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. വന്ന വഴി ഞാനൊന്ന് റെസ്റ്റ് എടുക്കാണ്. ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഓഫീസിന്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു കേട്ടോ. ആളെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവരായിട്ട് ഡീൽ ചെയ്തിട്ടാണ് ഞാൻ അകത്തേക്ക് കയറിയിരുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ ഇക്കാകാന്റെ ഡീകാർബണൈസിംഗ് ഗ്യാരേജ്. അപ്പൊ ഇവിടെ എന്തൊക്കെ വർക്കാണ് ചെയ്യുന്നതെന്നുള്ളത് ഇത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആവശ്യമുള്ളവരൊക്കെ ഇങ്ങോട്ട് വരാൻ മറക്കണ്ട കേട്ടോ. ഈ വർക്കിംഗ് ഡേയ്സിൽ ഇക്കാന്റെ ചെവിയിൽ ഈ ഫോൺ എടുത്ത് മാറ്റാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ മനസ്സിലാവും. മോസ്റ്റ്ലി ഇക്കാക മിക്കവാറും കോളിൽ തന്നെ ആയിരിക്കും. നമ്മുടെ ഗ്യാരേജിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ പറവൂർ റൂട്ടിലെ മാളികം പീടികയാണ് കേട്ടോ. ഈ അടഞ്ഞെടുക്കുന്ന ഷട്ടർ ഉണ്ടല്ലോ, ഇതായിരുന്നു കേട്ടോ നമ്മുടെ ആദ്യത്തെ ഗ്യാരേജ്. ഇപ്പോഴത്തെ നമ്മുടെ ഗ്യാരേജ് സ്ട്രൈറ്റ് ഓപ്പോസിറ്റ് ആണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ പുതിയ അതിഥിയാണ് കേട്ടോ. ഒരാളും കൂടി ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു. ഓവറായിട്ട് ഫുഡ് കൊടുത്തുകൊണ്ട് ആളങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജോയല് എന്തിനോ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവൻ എന്താ ആലോചിക്കണേന്ന് ഇവനിക്ക് തന്നെ അറിയാൻ പാടില്ലാത്ത പോലെയാണ്. പിന്നെ എനിക്ക് എല്ലാവരും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാര്യം അവർക്കും പ്രൈവസി ഉണ്ടല്ലോ. കൂട്ടത്തില് എന്റേതായ വർക്ക്സും ഉണ്ടല്ലോ. അപ്പൊ പെൻഡിങ് വർക്കാണ് ഞാൻ ആദ്യം തന്നെ തീർക്കാറുള്ളത്. തലേ ദിവസത്തെ വർക്ക് ആയിരിക്കും കേട്ടോ. അതിന്റെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ എന്റെ ഇന്നത്തെ പണിയിലേക്ക് കിടക്കാറുള്ളത്. നമ്മുടെ ഗ്യാരേജിന്റെ ഇനീഷ്യൽ സ്റ്റേജിലുണ്ടല്ലോ ഞാനും മിക്കാക്കി മാത്രമായിരുന്നു കേട്ടോ നമ്മുടെ മുതലാളിയും തൊഴിലാളിയായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇതെല്ലാം ഹാൻഡിലിങ് ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നെയാണ്. പിന്നെ വർക്കൊന്ന് ഈസി ആക്കാനായിട്ട് നമ്മുടെ ടീമും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ അധികം നേരം നമ്മൾ ഓഫീസിൽ ചെലവഴിക്കുന്ന പരിപാടി ഇല്ലല്ലോ. ഞങ്ങൾ ഇതായി ഇപ്പൊ ആലുവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയം ഇപ്പൊ ഏതാണ്ട് ഒരു 11:30-12 മണിയുടെ അടുപ്പിച്ചായിട്ടുള്ളെങ്കിലും നന്നായിട്ട് മഴക്കോളുണ്ട് കേട്ടോ. അതുകൊണ്ട് കാര്യമായ വെയിലൊന്നും ഇല്ല. നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആലുവയ്ക്ക് വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ, ലെയ്ത്തിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ടേംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. കാര്യം ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കുന്നത്. അപ്പൊ ആലുവയിലത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് പാലാരിവട്ടത്തേക്കാണ് കേട്ടോ. അപ്പൊ അടുത്ത ഷോപ്പിൽ കയറിയിട്ട് നമുക്കൊരു വണ്ടിക്ക് വേണ്ട സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഇക്കാന്റെ ചെവിയിൽ ഫോൺ കണ്ടില്ലേ. ഈ ഫോൺ ഇങ്ങനെ ചെവിയിൽ വെച്ച് ബുദ്ധിമുട്ടാതിരിക്കാനായിട്ട് എയർപോർട്ടും ഹെഡ്സെറ്റ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും എന്റെ ഇക്കാന്റെ ഇഷ്ടം ഇങ്ങനെ തന്നെ വിളിക്കുന്നതാണ് കേട്ടോ. അതൊന്നും ആള് യൂസ് ആക്കാറില്ല. പാലാരിവട്ടത്തിൽ നിന്ന് തിരിച്ചു വരും വഴി എടപ്പള്ളിലേക്ക് ആവാറായപ്പോഴേക്കും ഞങ്ങളൊരു കഫേയിൽ കയറിയിട്ട് ഒന്ന് റിഫ്രഷ് ആവാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 സ്ഥലത്തൊക്കെ ആയിട്ട് ഇങ്ങനെ അലഞ്ഞു വന്നതാണല്ലോ. അപ്പൊ ചെറിയൊരു ക്ഷീണം തീർക്കാനായിട്ട് എനിക്കൊരു പഴംപൊരിയും ചായ വാങ്ങിച്ചു തന്നു. ഇക്കാക സുഖിയനും ചായയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ചായ കുടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മൈൻഡ് ഒന്ന് സെറ്റ് ആവാറുണ്ട് കേട്ടോ. പിന്നെ ഹോർലിക്സിന്റെ ബൂസ്റ്റിന്റെയും കവർ കണ്ടപ്പോഴാണ് ഹോർലിക്സിന്റെ കവറിന് ഒരു ചേഞ്ച് വന്നേക്കുന്നത് കണ്ടത്. കുറച്ചും കൂടി വലുപ്പം വെച്ചിട്ടുണ്ട്. പ്രൈസ് 10 രൂപ തന്നെയാണ് കേട്ടോ. ഇക്കാക പറയാൻ ഇതൊക്കെ പണ്ട് 5 രൂപ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോയപ്പോൾ മഴക്കാറായിരുന്നെങ്കിലും തിരിച്ചു വന്നപ്പോൾ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാര്യം ഞങ്ങളുടെ കയ്യിൽ റെയിൻകോട്ട് ഉണ്ട്. ഇനിയിപ്പോൾ അത് നനയ്ക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ വന്നത് മെട്രോ പില്ലറിന്റെ റൂഫിന്റെ താഴെ കൂടെയാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് സേഫ് ആയിട്ട് വരാൻ പറ്റും. അപ്പൊ കാറുകാരൊക്കെ ഈ ഒരു മഴ സമയത്തുണ്ടല്ലോ മിക്കവരും ആ മഴയിൽ കൂടെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. മോസ്റ്റ്ലി ഈ ഒരു ലൈനിൽ പോകുന്നത് 2 വീലേഴ്സ് ആണ് കേട്ടോ. അതും ഞങ്ങളെ പോലെ തന്നെ ഒന്നല്ലെങ്കിൽ റെയിൻകോട്ട് നനയ്ക്കണ്ടെന്ന് വിചാരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ റെയിൻകോട്ട് ഇല്ലാത്തവരായിരിക്കും. ആലു എത്താറായപ്പോഴേക്കും മഴ ഒന്നും കൂടി കനത്തു കേട്ടോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും മിക്കവാറും റെയിൻകോട്ട് എടുത്തിടേണ്ടി വരുമെന്ന്. കാര്യം നമ്മുടെ മെട്രോ പില്ലർ അതോടുകൂടി തീരുമല്ലോ ആലുവ എത്തുമ്പോഴേക്കും. എന്തായാലും ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല. ആലുവ എത്തിയപ്പോൾ തന്നെ മഴ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചിതാ ഞങ്ങളുടെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നെ ഇവിടെ ഇറക്കിയിട്ട് ഇക്കാക്ക വീണ്ടും എവിടെയോ പോയിട്ട് വരുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കുന്ന 2:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ പോയത് നമ്മുടെ സ്ഥിരം കഞ്ഞിക്കടയിലേക്കാണ്. ഒരു 3-3:30 വരെയൊക്കെ ഇവിടെ കഞ്ഞി ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ കഞ്ഞിയിലേക്ക് നല്ല മോരും കൂടി ഇങ്ങനെ ഒഴിച്ചു തരുന്നുണ്ട് ആ ചേട്ടൻ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ കഞ്ഞി മാത്രം മതി. പിന്നെ സൈഡായിട്ട് ആ പപ്പടം ഉണ്ട്, അതുപോലെ തന്നെ കടലക്കറിയും ചമ്മന്തിയും അച്ചാറുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മീനിന്റെ സ്പെഷ്യൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കക്ക ഫ്രൈ എന്തോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് തിരിച്ച് ഓഫീസിലെത്തിയപ്പോൾ ഇക്കാക്ക ഇവിടെ ഇരുന്ന് കാര്യമായുള്ള പണിയിലാണ്. പിന്നെ വൈകിട്ട് വരെ എനിക്ക് എന്റെ ഇടയിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാര്യം എന്റേതായ വർക്കിന്റെ ബിസി കാര്യങ്ങളൊക്കെ കൊണ്ടും പിന്നെ അങ്ങോട്ടും ഇടയ്ക്കുള്ള പോക്കൊക്കെ കൊണ്ടിട്ട് വീഡിയോ എടുത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു 7 മണി സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് വർക്കിന് വന്നിട്ടുണ്ടായിരുന്ന വണ്ടിയാണ്. ഈ വണ്ടിയുടെ ലാസ്റ്റ് 4 നമ്പർ കണ്ടോ. ഇത് കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഏതാണ്ട് എന്റെ വണ്ടിയുടെ ലാസ്റ്റത്തെ 4 നമ്പറും ഇത് തന്നെയല്ലേന്ന്. അപ്പൊ സെയിം കണ്ടതിന്റെ ഒരു സന്തോഷത്തിൽ ഞാൻ അവിടെ ഉള്ള എല്ലാവരെയും വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്റെ വണ്ടിയുടെ നമ്പറും ഈ കാറിന്റെ നമ്പറും. ഇതുപോലെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണല്ലോ. പിന്നെ ഈ ഒരു സമയത്തുണ്ടല്ലോ നമ്മുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ ഇറങ്ങി നിൽക്കാൻ ഭയങ്കര ഒരു രസമാണ് കേട്ടോ. ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടൈമിൽ ഇവിടെ നിൽക്കാനായിട്ട്. അങ്ങനെ അധികം സമയം അവിടെ നിൽക്കാതെ ഞാൻ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇക്കാക്ക് ഇപ്പൊ എത്തിയിട്ടില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഞാൻ ആദ്യം ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നേ. അമ്മതായി ഇവിടെ ഇരുന്നിട്ട് ഉമ്മച്ചിയുടെ ഫോണിൽ യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ചെറിയ രീതിയിൽ ഇവൾക്ക് ഇങ്ങനെ ഫോൺ കാണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവൾ അവിടെ ഇരുന്ന് ഫോൺ കാണുന്നുണ്ട്. പിന്നെ
അയാസിനെ ഞാൻ വന്ന വഴി എന്നെ പഠിപ്പിക്കാനിരുത്തിട്ടോ. കാര്യം ഇനി ഞാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവൻ പഠിക്കാനിരിക്കുന്നത് വൈകും. പിന്നെ ഈ സ്റ്റിക്കാണ് ഇവനെ ഞാൻ പേടിപ്പിച്ച് നിർത്തുന്നത്. ഇവൻ എന്നെയും തിരിച്ച് പേടിപ്പിക്കാറുണ്ട്. അതാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പുത്രനിക്ക് പഠിക്കാനിരിക്കുന്നതിൽ പരം ദേഷ്യം വേറെ ഒന്നുമില്ല കേട്ടോ. എങ്ങനെയെങ്കിലൊക്കെ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് നടക്കും. പ്രത്യേകിച്ച് ഞാൻ ഇതുപോലെ ഇങ്ങനെ എഴുതിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് തിരിഞ്ഞു മാറും കേട്ടോ. ഇന്നാണെങ്കിൽ ഞാൻ മലയാളമാണ് എടുത്തു കൊടുത്തേക്കുന്നത് പഠിക്കാനായിട്ട്. അവനിക്കാണെങ്കിൽ മലയാളം തീരെ ഇഷ്ടമല്ല. പിന്നെ ഞാൻ അവന്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കട്ടൻ ചായയും ഈ ഒരു ചിപ്സ് ഉണ്ടല്ലോ അതും കൂടി എടുത്തിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഓഫീസിൽ നിന്ന് വന്ന വഴി ഇരിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവനെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ഫ്രഷ് ആവാനായിട്ട്. ഞാൻ ഫ്രഷ് ആവാൻ കയറിയാൽ ഇവൻ നേരെ കളിക്കാനായിട്ട് പോകും. ഞാനിതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവനാണെങ്കിൽ പിന്നെ ഉറക്കത്തിൻ്റെ ഒരു മൂഡായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 7:30 ആയിട്ടുണ്ടായിരുന്നു ഇന്ന് വീട്ടിലേക്ക് എത്തിയപ്പോൾ. നമ്മുടെ ചാനലിലെ പുതിയ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേര് ചോദിക്കുന്നതായിരുന്നു കേട്ടോ, ഞാൻ ഈ ഓഫീസിൽ പോണ വീഡിയോസ് എടുക്കുമ്പോൾ എവിടെയാണ് ഓഫീസ് എന്താണെന്നൊക്കെ ഉള്ളത്. ഇപ്പം അതിനൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടെന്ന് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ കൂടെ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.